ചേട്ടാ നമസ്കാരം. നമസ്കാരം. രാഘവ് ചദ്ദ ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പെട്ടിരിക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധിക്ക് പകരം രാഘവ് ചദ്ദ എന്ന് പറഞ്ഞൊരു നേതാവ് ഉയർന്നു വരുന്നു AAP-യിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കൊണ്ടുപിടിച്ച പ്രചാരണമായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ സുഡാപ്പികളും. കമ്മികൾ അങ്ങനെ പ്രചാരണം നടത്തിയില്ല, കാരണം അവർക്ക് അങ്ങനെ പ്രചാരണം നടത്തി ശീലമില്ല. എങ്കിലും സുഡാപ്പികളുടെ വലിയ വീരപുരുഷനായിരുന്നു രാഘവ് ചദ്ദ. രാഘവ് ചദ്ദയുടെ ഇടപെടലുകൾ പല സ്ഥലത്തും വളരെ ഗംഭീരമാണ് എന്നിവർ പറഞ്ഞിരുന്നു, അതിനെ പ്രകീർത്തിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരു വാർത്ത, ആ വാർത്തയിൽ അവർ ചോദിച്ച കവർ സ്റ്റോറിയാണെന്ന് തോന്നുന്നു, അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് രാഘവ് ചദ്ദ ഒരു കാര്യമില്ല, ഉന്നത കുലജാതനാണ്, ഇയാൾ യഥാർത്ഥത്തിൽ AAP തന്നെയാണോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയൊക്കെ പ്രശ്നം ബിജേട്ടാ, നന്മയുള്ള ആൾക്കാര് ആരായിരുന്നാലും ഇവരുടെയൊക്കെ പ്രശ്നം നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ജീവിച്ചിരിക്കാനേ പാടില്ല എന്നുള്ള രീതിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചില സമയത്ത് ചില സമയത്തല്ല, പല സമയത്തും അവരുടെ ഒരു എന്താ പറയാ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് മോദി എങ്ങനെയെങ്കിലും മരിക്കണം, ഇതാണ് ഇവരുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. കാരണം ഒരു സഹിക്കാനേ പറ്റാത്ത രീതിയിലാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ കേരളത്തിലെ ഗോവിന്ദച്ചാമി, നമ്മളെല്ലാവരും ഒരുപോലെ വെറുക്കുന്ന ഒരു വ്യക്തിയാണ് ഗോവിന്ദച്ചാമി. നാളെ ഗോവിന്ദച്ചാമി വന്നിട്ട് നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞ ഇവരെല്ലാം പോയി ഗോവിന്ദച്ചാമിയെ സപ്പോർട്ട് ചെയ്യും. ഗോവിന്ദച്ചാമി പറഞ്ഞ കേട്ടില്ലേ, അയാൾ മഹാനല്ലേ എന്ന് പറയും. അങ്ങനത്തെ വൃത്തികെട്ട ടീമുകളുള്ള നാടാണ് കേരളം. ഇന്നലെ വരെ രാഘവ് ചദ്ദയുടെ പിറകില് തങ്കക്കുടമയെ ഓടാതെ എന്ന് പറഞ്ഞു തന്ന ഉമാരി ഇന്ന് രാഘവ് ചദ്ദ ഉന്നത കുലജാതനാക്കി കളഞ്ഞു. രാഘവ് ചദ്ദ ഇപ്പൊ BJP-യിലേക്ക് പോയിരിക്കുകയാണ്. BJP-യിലേക്ക് പോയി കഴിഞ്ഞ ശേഷം 7 MP-മാരെയും കൊണ്ടാണ് രാഘവ് ചദ്ദ BJP-യിലേക്ക് ചേർന്നത്. അതിനുശേഷം ഇപ്പോ പഞ്ചാബിൽ വലിയൊരു നീക്കം നടക്കുകയാണ്. പഞ്ചാബിൽ BJP അധികാരത്തിൽ വരുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് പല നാഷണൽ മീഡിയാസും. കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക്കിന്റെ ഒക്കെ ചർച്ച തന്നെ അതായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് അവർ പറയുന്നത്, പഞ്ചാബിൽ BJP അധികാരത്തിൽ വരുമോ എന്നുള്ളത്? പോരാത്തതിന് ഇവര് കേരളത്തിലെ മാധ്യമങ്ങളുടെ നറേറ്റീവ് എന്ന് പറഞ്ഞാൽ പഞ്ചാബിലെങ്ങാനും BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പഞ്ചാബിലെ ജനങ്ങൾ റോഡിലിറങ്ങി തലയിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തും എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രവർത്തനം തൂറിത്തോപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഒരാളെ നമുക്ക് എതിർക്കാൻ വേറെ ഒന്നും നമ്മുടെ കയ്യിൽ ആയുധമില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ കഴിയുന്നത് രാത്രിയുടെ മറവിൽ അദ്ദേഹത്തിന്റെ പറമ്പിലോ മുറ്റത്തോ പോയി തൂറുക എന്നുള്ളതാണ്. തൂറ് വെച്ച് കഴിഞ്ഞാൽ അത് നാറ്റമെങ്കിലും ഉണ്ടാവില്ല. അതിൽ ആസ്വദിക്കുന്നവരാണ് ഇവരെല്ലാവരും. അത് നമുക്ക് പറയാനില്ല. ഞാൻ കണ്ടു ഈ ഉന്നത കുലജാതൻ എന്നുള്ള, എന്തിനാണ് ആ ഉന്നത കുലജാതൻ എന്നുള്ള വാക്ക് ഇതിനകത്ത് ഉപയോഗിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും നരേന്ദ്രമോദിയെ കുറിച്ച് പറയാൻ കഴിയില്ല, അദ്ദേഹം ഒരു OBC ആണ്. ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഈ മാധ്യമങ്ങൾ പറയുന്നത് BJP കുതിരക്കച്ചവടത്തിൽ കൂടെ അധികാരം പിടിക്കുകയാണ് പഞ്ചാബിൽ. പക്ഷെ അതല്ല കാര്യം. BJP വെസ്റ്റ് ബംഗാളും പഞ്ചാബും എന്തുകൊണ്ട് ലക്ഷ്യം വെക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ നിർണായകമായ 2 സംസ്ഥാനങ്ങളാണ്. അത് ഇനിയും വെസ്റ്റ് ബംഗാളിൽ BJP അധികാരത്തിൽ വന്നില്ല എങ്കിൽ സിലിഗുരി എന്ന് പറയുന്ന നമ്മുടെ കോറിഡോർ ഉണ്ടല്ലോ, ചിക്കൻ നെക്ക് അടക്കമുള്ള കോറിഡോർ ചിലപ്പോൾ ബംഗ്ലാദേശോ ചൈനയോ റാഞ്ചിക്കൊണ്ട് പോകും. ഇല്ല എങ്കിൽ ബംഗ്ലാദേശികൾക്കോ ഇല്ലെങ്കിൽ ഭീകരവാദികൾക്കോ ഒരു നല്ല സ്റ്റേറ്റ്, കാശ്മീരിന് പിന്നാലെ നല്ല സ്റ്റേറ്റ് കിട്ടാൻ പോകുന്ന വെസ്റ്റ് ബംഗാളാണ്. അതിനും മാത്രം മമത അവിടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. സകലമാന ഭീകരവാദികളെയും പഴുതാരെയും പാമ്പിനെയും ഒക്കെ അവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞു മമത. ഇനിയും ആ ബംഗാൾ കൈവിട്ട് പോകരുത് എന്നുള്ളതാണ് ഭരണം പിടിക്കുക എന്നുള്ളത്. അല്ലാതെ BJP സംബന്ധിച്ച് ഒരു സ്റ്റേറ്റ് അധികം കിട്ടുന്നുണ്ട്. കാരണം അവർ നിലവിൽ 20 സ്റ്റേറ്റ് ഭരിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ എക്സ്ട്രാ ഒരു സ്റ്റേറ്റ് കിട്ടുന്നുണ്ട്. അവർക്ക് പ്രത്യേകിച്ചൊന്നും നേട്ടമുണ്ട്, രാഷ്ട്രീയപരമായ നേട്ടമില്ലെന്നല്ല, അവർ നേട്ടമുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറം രാഷ്ട്രപരമായി തന്നെ നേട്ടമുണ്ട്. രാഷ്ട്രീയവും രാഷ്ട്രവും രണ്ടാണ്. രാഷ്ട്രപരമായി ബോർഡർ സ്റ്റേറ്റ് ആണ് ഈ രണ്ടും, പഞ്ചാബ് ആയാലും വെസ്റ്റ് ബംഗാൾ ആയാലും. ഇവിടെ ആസാം, ത്രിപുര തുടങ്ങിയ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളെല്ലാം തന്നെ BJP ഭരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂസുകൾ അവിടെ ഉണ്ടാകുന്നില്ല. നോക്കൂ, ഈ ബംഗ്ലാദേശിൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ, യൂനസ് വന്നു കഴിഞ്ഞ് ഇഷ്യൂ ഉണ്ടായപ്പോൾ എത്രയോ സംഘർഷങ്ങൾ ഉണ്ടായി. അവിടുന്ന് അതിർത്തി കടക്കാൻ ശ്രമം, അതിർത്തി കടന്ന് വരാൻ ശ്രമം. അതായത് എല്ലാ വിധ്വംസ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം വെസ്റ്റ് ബംഗാളായി മാറുന്നു എന്ന് കണ്ടപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് കേന്ദ്രം ഇപ്പോൾ സേനയെ ഉൾപ്പെടെ ഇറക്കിക്കൊണ്ട് അവിടുത്തെ ഗുണ്ടാരാജിന് തടയിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത് കെട്ടിത്തൂക്കുമെന്നാണ് പറഞ്ഞത് ഗുണ്ടായസം കാണിച്ചു കഴിഞ്ഞാൽ. അത് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രത്തോളം തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ അത് BJP അല്ല, ഇനി ഒരു പക്ഷെ കോൺഗ്രസ് നല്ല രീതിയിലാണ് നിൽക്കുന്നത്. കോൺഗ്രസ് അധികാരം പിടിച്ചാലും മതി. പക്ഷെ ഈ രാജ്യവിരുദ്ധ ശക്തികൾക്ക് അവിടെ ഒരു താവളമാകുന്നു എന്ന് കണ്ടപ്പോഴാണ്. കാരണം ഈ വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന് നിർണായകമായി പൊസിഷനിൽ കിടക്കുന്ന ഒരു സംസ്ഥാനമാണത്. ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നത് മാത്രമല്ല, ബംഗ്ലാദേശിനെ ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അമേരിക്ക യൂസ് ചെയ്യുന്നുണ്ട്, ചൈന യൂസ് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാൻ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കാശ്മീരിന്റെ പിന്നാലെ അവർക്ക് വളരെ ഈസി ആയിട്ട് വെസ്റ്റ് ബംഗാളിൽ ഇതുകണക്കൊരു ഭരണമാണെങ്കിൽ കടന്നു കയറാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പിടിക്കുന്നത്. ഇതിന് സമാനമായ രീതിയിലാണ് പഞ്ചാബ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഖാലിസ്ഥാൻവാദികളുടെ കേന്ദ്രത്തിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു 6-7 MP-മാര് BJP-യിൽ ചേർന്നു. അതിന് ഒരാളുടെ പേര് ഹർഭജൻ സിംഗ് എന്നാണ്. ഹർഭജൻ സിംഗിന്റെ വീടിന്റെ വാതിക്കൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നു രാജ്യദ്രോഹി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മതിൽ എഴുതി വെച്ചിരിക്കുന്നു രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് ആരായിരിക്കും എഴുതിയത്? ഈ ഖാലിസ്ഥാൻ അനുകൂല സംഘടനയാണ്. അപ്പൊ ഖാലിസ്ഥാനും വലിയ രീതിയിൽ പഞ്ചാബിൽ പിടിമുറുക്കുന്നുണ്ട്. അതും നമ്മുടെ ഒരു അതിർത്തി സംസ്ഥാനമാണ്, പാകിസ്ഥാനുമായി ചേർന്ന് നടക്കുന്ന ഒരു സംസ്ഥാനം. ഇവിടെ അരാഷ്ട്രവാദികൾ ഇല്ലെങ്കിൽ, ഇവിടെ അരാഷ്ട്രവാദികൾ എന്നല്ല പറയുന്നത്, ഇവിടെ ഈ
അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു ഭരണത്തിൽ ആരായിരിക്കുന്നത്? ആം ആദ്മിയാണ് ഇരിക്കുന്നത്. അവർക്ക് എങ്ങനെങ്കിലും ഭരിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അവർ എല്ലാവിധ വിധ്വംസക ശക്തികൾക്കും സഹായം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഈ ആം ആദ്മി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണ് ഡൽഹിയിലെ കർഷക സമര സമയത്തൊക്കെ ഈ ഖാലിസ്ഥാനികളുടെ പിന്തുണ പറ്റിക്കൊണ്ട്, ഖാലിസ്ഥാനികൾക്ക് പിന്തുണ ആരാണ് കൊടുക്കുന്നത്? പാകിസ്ഥാനാണ് കൊടുക്കുന്നത്, പാകിസ്ഥാൻ ഭീകര സംഘടനയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് പിന്തുണ പറ്റിക്കൊണ്ട് ഭരിക്കുന്ന ഒരെണ്ണമാണ്. അതിന് സമാനമാണ് വെസ്റ്റ് ബംഗാൾ. അപ്പൊ വെസ്റ്റ് ബംഗാളും പഞ്ചാബ്, ഒരു കാര്യം ഞാൻ പറഞ്ഞു, 117 MLA-മാരാണ് പഞ്ചാബിൽ ആകെയുള്ളത്. ആ പഞ്ചാബ് കിട്ടിയോണ്ട് BJP-ക്ക് എന്താ നേട്ടം? ഒരു നേട്ടമില്ല. ഇനി 10 MP-മാരാണ് ആകെ ഉള്ളത്. ഈ 10 MP-മാരെ കിട്ടിയോണ്ട് മല മുറിക്കുമോ? ഒന്നും ചെയ്യില്ല. അപ്പൊ അതല്ല പ്രശ്നം. അതിനേക്കാൾ നല്ല അവർക്ക് കേരളം പിടിക്കുന്നതല്ലേ. കേരളത്തിൽ 147 മണ്ഡലങ്ങളില്ലേ, സോറി 140 മണ്ഡലങ്ങളില്ലേ, 20 MP-മാരില്ല. അതും ഭേദം കേരളം പിടിക്കുന്നതാണ് അവർക്ക്. കുതിര കച്ചവടം എന്തെങ്കിലും നടത്തി, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റേറ്റ് തമിഴ്നാട് പിടിക്കുന്നതാണെന്നല്ലേ, ഇല്ലെങ്കിൽ കർണാടക പിടിക്കാമല്ലോ, അവർക്ക് എളുപ്പമല്ലേ. അപ്പം ഇതൊന്നും അല്ല അവരുടെ ലക്ഷ്യം. അത് ആ ഒരു സ്റ്റേറ്റിന് ഒരു സെക്യൂരിറ്റി പ്രോബ്ലംസ് ആണ്. അത് BJP ഭരിച്ചാലും ശരിയാകൂ എന്നുള്ളത്. കാരണം ഇതുവരെ അവരാരും ഭരിച്ചിട്ട് ശരിയായില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ചിലർ ചോദിക്കുക, എന്താ BJP ഭരിച്ചാലേ ശരിയാകത്തുള്ളൂ, ഞങ്ങളാരും ഭരിച്ചാൽ ശരിയാകത്തില്ല. നിങ്ങളാരും ഇതുവരെ ഭരിച്ചിട്ട് ശരിയാകുന്നില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ കൂടുതൽ കുളവായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ കാണാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തിന്റെ പോക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ പതിയിരിക്കുന്ന ഒരു സമയമാണ്. പുറത്തുനിന്നുള്ള ശത്രുക്കൾ, പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഒരു അടി കഴിഞ്ഞു, അടുത്തടി ഏത് നിമിഷവും വരാം. ഈ ഒരു സാഹചര്യത്തിൽ ഈ ബോർഡർ സ്റ്റേറ്റുകളിൽ കിടക്കുന്ന ഭരണം ഇത്തരം ആളുകളുടെ കയ്യിലാണെങ്കിൽ അതൊരു വലിയ ഒരു സംഘർഷത്തിലേക്കെന്നല്ല, രാജ്യം നമ്മുടെ കാശ്മീരിന് ശേഷം അനവധി കാശ്മീരുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് BJP നീക്കം നടത്തുന്നത്. അല്ലാതെ അവർക്ക് രാഷ്ട്രീയപരമായിട്ട് നീക്കം, എന്തെങ്കിലും പ്രോഫിറ്റ് പഞ്ചാബിനെ കൊണ്ടുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കിയാൽ പ്രത്യേകിച്ച് ഞാനൊന്നും കാണുന്നില്ല. കാരണം 117 MLA-മാർ മുഴുവൻ സീറ്റും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നടത്താൻ പറ്റുമോ എന്നറിയില്ല. ഒപ്പം തന്നെ 10 MP-മാരെ അവിടെ ഉള്ളൂ. 10 MP-മാരെ കിട്ടിയിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് ഈ ഖാലിസ്ഥാൻവാദികൾ ഇറങ്ങുന്നതിനെ കുറിച്ചായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്. അവർ ഭയങ്കര പ്രശ്നമുണ്ടാക്കും എന്നൊക്കെയാണ്. അവിടെ നിന്ന് BJP ഭരിച്ചിട്ടില്ലേ? 10 കൊല്ലം ഭരിച്ചതാ അവിടെ അകാലിദളുമായിട്ട് ചേർന്നിട്ട്. അന്നാരെങ്കിലും തുണി വിരിച്ച് തലയിൽ കെട്ടിയായിരുന്നു? കെട്ടിയില്ല. അന്ന് എന്തുകൊണ്ടാണ് ആ ഭരണം പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശിരോമണി അകാലിദളിന്റെ തലപ്പത്തിരുന്ന അല്ല, ശിരോമണി ഇപ്പോഴല്ല തന്നെ, പക്ഷെ പഴയ കേസാണ് ഞാൻ ഈ പറയുന്നത്. BJP അവിടെ ഭരണത്തിൽ പോയിട്ട് എത്ര വർഷമായി? 10 വർഷമായി. അതിന് മുമ്പ് 10 വർഷം ഭരിച്ചിരുന്നു ശിരോമണി അകാലിദളിന്റെ. അപ്പൊ എന്തുകൊണ്ടാണ് അത് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശിരോമണി അകാലിദളിന്റെ കുടുംബവാഴ്ചയും അവരുടെ ഏറ്റവും വൃത്തികെട്ട ഭരണം, ഞാൻ തന്നെ പറയുന്നത്, ഞാനത് നമുക്ക് അന്നത്തെ മാധ്യമങ്ങളുണ്ട്. അതായത് അച്ഛൻ മുഖ്യമന്ത്രി, മോളും മരുമോനും ഒക്കെയാണ് അവിടുത്തെ ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വിട്ടുകൊടുത്തിരിക്കുന്നത്. അവരാണ് നടത്തുന്നത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. പോലീസ് ഏരിയയിൽ ഇവരുടെ ഒരു മരുമോനാണ് പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത്. മരുമോനാണ് പോലീസിന് നിയന്ത്രിക്കുന്നത്. അതായത് കുടുംബം മുഴുവൻ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു മുഖ്യമന്ത്രി വന്ന എന്താണ്, മുഖ്യമന്ത്രിയുടെ കീഴിൽ വ്യവസായ മന്ത്രി ഉണ്ടാകും, കൃഷി മന്ത്രി ഉണ്ടാകും. ഇത് അങ്ങനെയല്ല. പുള്ളിയുടെ മോക്കും മരുമോനും അളിയനും അനന്തരവനും അമ്മാവനും എല്ലാം ഈ ഡിപ്പാർട്ട്മെന്റിൽ വീതിച്ചു നൽകുന്നു. ഇവരുടെ അഴിഞ്ഞാട്ടമാണ്. ഇവർ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു. ആ സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരം പഞ്ചാബിൽ നടന്നത്. പഞ്ചാബ് ഒരു മയക്കുമരുന്നിന്റെ ഒരു കേന്ദ്രം കൂടിയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം വലിയ കള്ളക്കടത്ത് നടക്കുന്നതും യുവാക്കൾ ഒരുപാട് അതിൽ ആകർഷകരാകുന്നുണ്ട്. അപ്പം അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അങ്ങയുടെ ഭരണം കൊണ്ട് സംഭവിച്ച. പക്ഷെ അതിൽ BJP-ക്ക് റോളൊന്നുമില്ല. കാരണം BJP ഇവരുടെ ഒരു സഖ്യകക്ഷി മാത്രമാണ്, ചെറിയൊരു സഖ്യകക്ഷി മാത്രമാണ് അവര്. കാരണം അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇവര് പറയുന്നതൊക്കെയാണ്. പിന്നീട് ഈ കർഷക സമരം വന്നപ്പോഴാണ് ഇവര് BJP-ആയിട്ടുള്ള ബന്ധം പിരിയുന്നത്. ഇനിയിപ്പോ അവരെ കൂട്ടുപിടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം അവർ പൂർണ്ണമായിട്ട് തന്നെ ആ പാർട്ടി തകർന്നരിപ്പണമായി. അവരുടെ ഗ്യാപ്പിലേക്കാണ് ഈ ആം ആദ്മി കയറി വന്നത്. ഞാൻ അവിടെ പോയതാ, 2022 ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്ത് ഞാൻ പോയതാ. അവിടെയും ഈ UP-ലൊക്കെ ഹരിയാന അല്ല, UP-ലും ഈ പറയുന്ന പഞ്ചാബിലും ഒക്കെ ഒരേ സമയത്താണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പൊ ഞാനന്ന് അവിടെ പോയതാ, ഹിമാചലിലൊക്കെ. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ, ഈ ജനം വെറുത്ത് കഴിഞ്ഞു. ഈ കോൺഗ്രസിനെ ഏറ്റവും സ്ട്രോങ് സംസ്ഥാനമാണ് കേട്ടോ അത്. കോൺഗ്രസിനെ മടുത്തു കഴിഞ്ഞു. അതിനുശേഷം കോൺഗ്രസിന് ബദലായിട്ട് കൊണ്ടുവന്നവർ അതിലും വലിയ ഫ്രോഡുകളായിരുന്നു. അപ്പോഴാണ് ഈ ആം ആദ്മി പുതിയ മുദ്രാവാക്യമായി രംഗത്തെത്തുന്നു. ആം ആദ്മിക്ക് പിന്നില് ഈ ഖാലിസ്ഥാൻ സംഘടനകൾ എല്ലാം ഒറ്റക്കെട്ടോട് വലിയ സപ്പോർട്ടും ഫണ്ടും ഒക്കെ നൽകിയിരുന്നു. ആ ഒരു ബൂമിങ്ങിലായിരുന്നു അവിടെ ജയിച്ചു കയറിയത്. അവിടെയാണ് ഇപ്പോൾ BJP പുതിയതായിട്ട് വന്ന് നല്ല ഭരണം കാഴ്ചവെച്ചാലും അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അവിടെ ആരും തുണിയൊരിച്ച് തലയെ കെട്ടത്തൊന്നുമില്ല. കാരണം BJP ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ്. അത് ഇതിലും മോശം ഭരണമായിരുന്നത്. 10 കൊല്ലം ഭരിച്ചവര്. മോശം ഭരണം, ഇത്രയും വൃത്തിയുടെ ഭരണം ഞാൻ കണ്ടിട്ടേ ഇല്ല. അതേപോലത്തെ ഒരു ഭരണമായിരുന്നു ഈ അച്ഛനും മക്കളും എല്ലാം കഴിഞ്ഞു. വെറും എനിക്ക് തോന്നുന്നു BJP-ക്ക് വേണ്ട 6 സീറ്റ് അങ്ങനെ ഉള്ള ആ ഭരണത്തിൽ. മറ്റൊരു നല്ല മെജോറിറ്റിയിലാണ് അവർ കയറുന്നത് കേട്ടോ. കാരണം അകാലിദളിന്റെ അനവധി ഗ്രൂപ്പുകളൊക്കെ യോജിപ്പിച്ചിട്ട് നല്ല രീതിയിലാണ് കയറുന്നത്. പിന്നെ ഈ BJP-ക്ക് അവിടെ ആ പഞ്ചാബ് ജയിച്ചു കയറാനുള്ള തടസ്സം എന്ന് വെച്ചാൽ, ഒന്ന് അവർക്ക് മുഖങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പൊ പുതിയ കോൺഗ്രസ് ഇല്ല, ഭരിക്കാൻ പറ്റത്തില്ല. അത് അവിടുത്തെ ഒന്ന് സിഖുകാരുടെ ഒരു വലിയ പിന്തുണ അവർക്ക് ആവശ്യമുണ്ട്. കാരണം 38% ഹിന്ദുക്കളുണ്ടെങ്കിൽ തന്നെയും ഈ ഹിന്ദുക്കൾക്കിടയിൽ തന്നെ ഈ BSP ഒക്കെ അവിടെ അത്യാവശ്യം ശക്തമായ സ്ഥല പോക്കറ്റുണ്ട്. കാരണം BSP ഉണ്ടായത് തന്നെ പഞ്ചാബിൽ നിന്നാണ്.
പഞ്ചാബിൽ രൂപീകൃതമായ പാർട്ടിയാണ് BSP. പക്ഷെ അവർ പടർന്നു പന്തലിച്ചത് UP-യിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ വരുന്ന അങ്ങനെയുള്ള ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവിടെ. രണ്ടാമത്തെ കാര്യം, പഞ്ചാബിൽ ഈ ബംഗാളിലെ പോലെ തന്നെയാണ് BJPക്ക് ഉയർത്തി കാണിക്കാൻ ഒരു നേതാവില്ല. ഇവരിടയ്ക്ക് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ കൊണ്ടുവന്നു. അമരീന്ദർ സിംഗിന് ഇപ്പം പ്രായമായി, പഴയ കണക്കൊന്നും ആക്റ്റീവായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ അവർക്ക് ഉള്ള നേതാവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ബിട്ടു വന്നിട്ടുണ്ട്, മറ്റേ ഇവിടെ കോൺഗ്രസിന്റെ ഒരു നേതാവ് വന്നിട്ടുണ്ട്. ആ ഒരു മുഖം മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ ജയിക്കാൻ വേണ്ടി ഒന്നും പണിയെടുക്കേണ്ട ആവശ്യമില്ല, പകരം പാർട്ടി വളർത്താനുള്ള പണിയാണ് ആദ്യം നോക്കേണ്ടത് എന്ന് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികൾ നിർത്തിയെങ്കിലും അവർ പറഞ്ഞത് മാക്സിമം നേതാക്കളെ നിങ്ങൾ കൊണ്ടുവരൂ. BJPക്ക് കൊടുത്ത നിർദ്ദേശം അതാ, മാക്സിമം ബൂത്തുകൾ ഉണ്ടാക്കാൻ. കാരണം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇത് വിട്ടേക്ക്. കാരണം ഇത് ജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിനുള്ള കരുത്ത് നമുക്കില്ല. അതുകൊണ്ട് 2 സീറ്റ് ഉണ്ടായിരുന്നു, 2 MLA-മാരുണ്ട് അവിടെ. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നേതാക്കന്മാരെ കൊണ്ടുപോകുക, ബൂത്ത് കൊണ്ടുപോകുക. അന്ന് മുതൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടോ നന്നായിട്ട്. അപ്പം ഈ ഒരു 38% വോട്ടും ഈ സിഖ് നേതാക്കളുടെ ഒരു ചെറിയ പിന്തുണകളോ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈസിയായിട്ട് അവിടെ ഭരിക്കാൻ കഴിയും. ഈ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഒരു പക്ഷേ അത് ഭാവിയിലാണെങ്കിൽ, ഇപ്പൊ ഈ വരാൻ തെരഞ്ഞെടുപ്പാണെങ്കിൽ BJP എനിക്ക് തോന്നുന്നു ഈ 2 സീറ്റ് ആയിരിക്കില്ല, 2 ഡിജിറ്റിലേക്ക് അവിടെ വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ പഞ്ചാബിലെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം മാറി മറിയാവുന്ന ഒരു പൊളിറ്റിക്സ് ആണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ചദ്ദ ഉൾപ്പെടെയുള്ളവർ വരികയും ആ ചദ്ദ ഉൾപ്പെടെയുള്ളവരെ BJP കൊണ്ടുവന്നിരിക്കുന്നത്, ഈ 6 MPമാരെയും കൊണ്ടുവന്നിരിക്കുന്നത് പഞ്ചാബിലെ ഇലക്ഷനെ കണ്ടുകൊണ്ട് തന്നെയാണ്. ഈ 6 MPമാരും കൂടെ ആയിരിക്കും പഞ്ചാബ് തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ 10 മാസം കൂടെ കഴിഞ്ഞ ഇലക്ഷനാണ് വരുന്നത്. മിക്കവാറും ചദ്ദ ആയിരിക്കും അവരുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്. കാരണം നല്ലൊരു ഇമേജ് ഉള്ളൊരു ആളാണ്, പിന്നെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്, എന്റെ ഒരു ഊഹമാണിത്, മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആക്കി കൊണ്ടായിരിക്കും അവർ ആ പ്രചരണം നടത്തുന്നത്. തോറ്റാലും കുഴപ്പമില്ല, രാജ്യസഭ MP ആണ്. അപ്പം അങ്ങനെ ഒരു സാധ്യതയാണ് ഞാൻ അവിടെ കാണുന്നത്. രണ്ടാമത്തെ കാര്യം, അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ഇതാണ്, ഈ 2 സംസ്ഥാനവും അതിർത്തി സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്ത് BJPക്ക് അത് പിടിച്ചെടുത്തേ പറ്റൂ. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സുരക്ഷിതമായ ഒരു ഇന്ത്യ എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമേ അവശേഷിക്കൂ.